എങ്ങനെയുണ്ട് നമ്മുടെ മൂവി ടർബോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇടിയുടെ മേളം തന്നെ സൃഷ്ടിച്ച് മമ്മൂക്കയും അതേപോലെ തന്നെ ഡയറക്ടർ വൈശാഖും മിഥുൻ മാനുവൽ തോമസും കൂടെ ചേർന്നപ്പോൾ ഈ ത്രിമൂർത്തികൾ ഒന്നായപ്പോൾ തീർച്ചയായിട്ടും ഇടിയുടെ ഒരു പൂരം തന്നെയാണ് തിയേറ്ററിൽ. ഭയങ്കര ഓളം തന്നെയായിരുന്നു. നമുക്ക് എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നത് അത് തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വൈശാഖ് ഈ ഒരു ചിത്രം അണിയിച്ചിരിക്കുന്നത്. മമ്മൂക്ക കമ്പനി വ്യത്യസ്തമായിട്ടുള്ള ഓരോ ചിത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് തിയേറ്ററിൽ. അത്രയും ഓളമായിരുന്നു. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ സ്റ്റണ്ട് ആഗ്രഹിച്ചു വരുന്നത് ഒട്ടും നിരാശയായിട്ടില്ല. ഈ 73-ാം വയസ്സിലും 28-കാരൻ്റെ ചുറുചുറുക്കോടെ അദ്ദേഹം ചെയ്ത ഈ ഒരു കഥാപാത്രം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഒണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടർബോ 200 കോടി ക്ലബിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഓക്കെ, പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു? പ്രേക്ഷകർ തിയേറ്ററിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ്. ആരും നിരാശരായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരിതും എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ പൊട്ടിച്ചിരിക്കുകയും അതേപോലെ തന്നെ സ്റ്റണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ തന്നെയാണ്. ബിന്ദു പണിക്കർ ചേച്ചി ചെയ്ത കഥാപാത്രമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂക്കയെ പോലെ തന്നെ എടുത്തു പറയേണ്ടത് രാജ് പി ഷെട്ടി. തീർച്ചയായിട്ടും മമ്മൂട്ടി കമ്പനി അതേപോലെ വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ അത് ഒട്ടും നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലായില്ല എന്നുള്ളതിനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സുനിൽ എന്ന് പറഞ്ഞ അന്യഭാഷയിൽ നിന്ന് വന്ന ഓരോ കഥാപാത്രങ്ങളും അവരൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ ചിത്രങ്ങളിൽ ഇപ്പോൾ അന്യഭാഷയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർ ഡബ്ബിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പോരായ്മ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ റോളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ചിത്രത്തിൽ ടർബോയിൽ നമുക്ക് കിട്ടി. ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. കാരണം ആ തിയേറ്ററിൽ കണ്ടാൽ ആ ഒരു ഇടിയുടെ ആ സൗണ്ട് ഫുള്ള് നമുക്കൊരു ആ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിസ് ചെയ്യരുത്. നമ്മളെ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള ഒരു മുതലുണ്ട് ഈ പടത്തിനെ കുറിച്ച്. പിന്നെ മമ്മൂക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ലുക്ക് മാസ് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പടത്തിന് ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടിപൊളി. ടർബോ ജോസിനെ കുറിച്ചല്ലേ എന്തായാലും ടർബോ ജോസ് നമ്മ പ്രതീക്ഷിച്ചതിലും അതിനപ്പുറം തിളങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രായത്തിൻ്റെ അക്കം കൊണ്ട് നോക്കി ആരും തിയേറ്ററിലോട്ട് വരണ്ട. നിങ്ങൾ ടർബോ ജോസിനെ കാണാൻ വേണ്ടി എന്തായാലും വന്നു. എന്തായാലും മിഥുൻ മാനുവൽ എന്ന ആ പ്രതിഭ, അദ്ദേഹം ഡയറക്ടറുമാണ്, കഥയെഴുത്ത് എല്ലാവരുടെയും. അദ്ദേഹം മമ്മൂക്കനെ കണ്ട് എഴുതിയ കഥ അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ എഫക്റ്റായിട്ട് മമ്മൂക്ക അവർക്ക് സമ്മാനം കൊടുത്തു എന്നുള്ളത് വേണം പറയാനുണ്ട്. കാരണം വൈശാഖും മിഥുൻ മാനുവലും കൂടെ ഉള്ള ഇദ്ദേഹത്തിന് കഥാപാത്രമാക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ 10 മടങ്ങ് മമ്മൂക്ക ഈ പ്രായത്തിൽ കൊടുത്തു. കാരണം ഈ പടത്തിൽ ഞാനൊരു ചെറിയ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ മമ്മൂക്ക വെളുപ്പിനെ 2 മണി 2:30 വരെയൊക്കെ അദ്ദേഹം അഭിനയിച്ചത്. ഒരു മനുഷ്യനും ഈ പ്രായത്തിൽ അഭിനയിക്കുക അത്ര ഉറക്കം നിന്നൊക്കെയാണ് ഈ മമ്മൂക്ക എഫക്റ്റ് ചെയ്ത് ഈ പടത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. എന്തായാലും മലയാള സിനിമയെ അദ്ദേഹത്തിന്റെ ഈ നമ്മ ഇംഗ്ലീഷ് നടന്മാരൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ ഇത്ര പ്രായത്തിൽ അത് ചെയ്ത് ഈ മലയാളികൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ ഇനി വരുന്ന ഈ തലമുറ വരുന്ന ചെറുപ്പക്കാർ സൂപ്പർ സ്റ്റാറിനൊക്കെ ചെയ്യാൻ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് അത് എഴുതി വെച്ചോ? പറ്റൂല. അത് തീർച്ചയാണ് ആ കാര്യം. ഏതായാലും ദൈവം അറിഞ്ഞുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച് ഇദ്ദേഹം മമ്മൂക്ക എന്ന പ്രതിഭ മമ്മൂട്ടി കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാരെ കോരി തരിപ്പിച്ച് നമ്മുടെ ശരീരം രോമം വരെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ എഫക്റ്റും ഈ പടത്തിലുണ്ട്. കാരണം നമ്മൾ വിജയുടെ പടം കേരളക്കരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ 10 മടങ്ങ് ആ വിജയുടെ പടത്തിന്റെ രജനീകാന്തിന്റെ നമ്മുടെ അണ്ണന്റെ പടത്തിനെ കാട്ടിയും ഒരു 10% എഫക്റ്റ് കിട്ടി. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും. അതുകൊണ്ട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നല്ല എഫക്റ്റുള്ള തിയേറ്ററിൽ പോയി കാണുക. എന്നാൽ ആ പടത്തിന്റെ എഫക്റ്റ് അവർ ചെയ്ത ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കേൾക്കാനും കാണാനും പറ്റുള്ളൂ. എന്തായാലും ഇതിൽ അഭിനയിച്ച മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യം പറയാം, ക്രിസ്റ്റോ, അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു സ്റ്റണ്ട് മാസ്റ്റർ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളി ഒരാളല്ലേ ഒരു സിനിമനെ ഇതാക്കണത്, അവരൊക്കെ നല്ല എഫക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഉറക്കം നിന്ന് അഭിനയിച്ച സീനാണ്. പടം തുടങ്ങുമ്പോൾ ഫസ്റ്റ് പള്ളിപ്പെരുന്നാൾ. ഇപ്പോൾ പള്ളിപ്പെരുന്നാളും കാണാം, ഇടിപ്പുരം കാണാം. മമ്മൂക്ക പറയുന്നത് പോലെ ഞാൻ വീഴുമ്പോൾ 15 പേര് വീഴും എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മ ട്രെയിലറിൽ കണ്ടതിൻ്റെ കൂടുതൽ എഫക്റ്റ്, അതിൻ്റെ ശതമാനം കണക്കൊന്നും പറയണ്ട. പിന്നെ കോടികൾ ഇത്ര വാരും ഒന്നും പറയണ്ട. എന്തായാലും എല്ലാവർക്കും മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, കുട്ടികളെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, എന്തായാലും മഴയുടെ പൂരമായിട്ടും ആളുകൾ തിയേറ്ററിൽ ഫുള്ളാണ്. അപ്പോൾ ഒന്ന് കാണിക്കുക. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ മനോജ് കൊച്ചിയുടെ അഭിനന്ദനം.